സമയം രാത്രി 2 മണി. നമ്മളിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ മലപ്പുറം അതിർത്തിയായിട്ടുള്ള കടവല്ലൂരാണ്. മഴക്കാലത്തെ ആ ഒരു പ്രത്യേക വൈബിൽ നമ്മൾ ഇന്നൊരു കിടിലൻ റോഡ് ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ലക്ഷ്യം മറ്റൊന്നല്ല, പ്രകൃതി ഭംഗി നിറഞ്ഞ നമ്മുടെ നാടുകാണിയും ചുരമൊക്കെ കയറി നമ്മൾ നേരെ പോകുന്നത് ബന്ദിപ്പൂർ കാട് കാണാൻ വേണ്ടിയിട്ടാണ്. പെരിന്തൽമണ്ണയും നിലമ്പൂരൊക്കെ കടന്ന് ഈ ഒരു യാത്ര ഒന്നൊന്നര അനുഭവം തന്നെ ആയിരിക്കും. ഒട്ടും സമയം കളയേണ്ട, കാരണം രാവിലെ 6 മണിക്ക് ചെക്ക് പോസ്റ്റ് തുറക്കും. അതിനുമുമ്പ് നമുക്ക് കണ്ട് ഓടി എത്തേണ്ടതുണ്ട്. നമുക്ക് നേരെ പോവാം ബന്ദിപ്പൂർ ചെക്ക് പോസ്റ്റിലേക്ക്. ഒരു 2 മണിയോട് കൂടിയിട്ട് കടവല്ലൂരിൽ നിന്ന് പുറപ്പെട്ടാലേ നമ്മൾ നാടുകാണി ചുരമൊക്കെ കയറിയിട്ട് ഒരു സുബിയോട് കൂടിയിട്ട് നമുക്ക് അവിടെ എത്താൻ പറ്റൂ. അപ്പോൾ സുബഹിസ്കാരം കഴിഞ്ഞിട്ട് വേണം നമുക്ക് നേരെ കൂടല്ലൂർ എത്താൻ വേണ്ടിയിട്ട്. കൂടല്ലൂരിൽ നിന്ന് ഏകദേശം അരമണിക്കൂർ കൂടി യാത്ര ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ചെക്ക് പോസ്റ്റിന് അവിടേക്ക് എത്താൻ പറ്റുക. 6-6:30 കൂടിയിട്ടൊക്കെ നമ്മൾ എടുത്തുനിന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമ്മൾ മുതുമല ടൈഗർ റിസർവിൻ്റെ എൻട്രിയുടെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കാണുന്ന ചെക്ക് പോസ്റ്റ് രാവിലെ 6 മണി മുതൽ രാത്രി 9 മണി വരെ തുറക്കുള്ളൂ. നിങ്ങൾ അതിന് മുൻപ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ അവിടെ എവിടെയെങ്കിലൊക്കെ താമസം നിങ്ങൾ നോക്കണം. കൂടല്ലൂർ ടൗണിൽ നിന്ന് ഏകദേശം അരമണിക്കൂർ ഇങ്ങോട്ട് യാത്ര ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ കൂടല്ലൂർ സ്റ്റേ ചെയ്യുമോ അല്ലെങ്കിൽ ഇതിനടുത്ത് വന്ന് സ്റ്റേ ചെയ്യുകയോ ചെയ്യുക. ഇതിനടുത്ത് വന്ന് സ്റ്റേ ചെയ്യുമ്പോൾ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂമിനൊക്കെ കുറച്ച് ഹൈ റേറ്റ് ആണ് പറയുന്നത്. പക്ഷേ കൂടല്ലൂർ ടൗണിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറഞ്ഞ രീതിയിൽ കിട്ടും. പക്ഷേ നമ്മൾ ഇന്ന് സ്റ്റേ ഒന്നും ചെയ്തിട്ടില്ല, കാരണം നമ്മൾ രാത്രി 2 മണിക്ക് അവിടെ നിന്ന് പുറപ്പെട്ടതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഏകദേശം 6:30 കൂടിയിട്ട് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ചെക്ക് പോസ്റ്റ് തുറക്കുന്ന വഴിക്ക് നമ്മൾ കാട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ അത്യാവശ്യം മൃഗങ്ങളെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്നുള്ളതാണ്. സോ ഗൈസ്, നമ്മൾ കാട്ടിലേക്ക് കയറാൻ പോവാണ്. ഇനിയാണ് നമ്മൾ മൃഗങ്ങളൊക്കെ കാണുക. ഉസ്മാനെ, എനി ടൈം എല്ലായിടത്തും നോക്കിക്കോ, മൃഗങ്ങളെ കാണുന്നതൊക്കെ നോക്കിക്കോട്ടാ. ഇതുവഴി ഞാൻ 1-2 പ്രാവശ്യം എന്നല്ല, ഒരുപാട് പ്രാവശ്യം പോയിട്ടുള്ള റൂട്ട് തന്നെയാണ്. പോയ സമയത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ മൃഗങ്ങളെ കാണാൻ പറ്റിയിട്ടുള്ള റൂട്ട് തന്നെയാണ്. ഈ ഒരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളത് 2026 ജൂലൈ 7-ാം തീയതിയാണ്. ഇപ്രാവശ്യത്തെ ഓണ വെക്കേഷനൊക്കെ വരാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് കുട്ടികളുമായിട്ട് അവരെ നല്ല രീതിയിൽ എൻ്റർടൈൻ ചെയ്യിക്കുന്ന, നാച്ചറിനോട് കുറച്ചും കൂടി അവർക്ക് ഇഷ്ടം തോന്നിക്കുന്ന രീതിയിൽ ഒരു യാത്ര നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അഫ്കോഴ്സ് നിങ്ങൾക്ക് പോകാൻ പറ്റുള്ള ഒരു ബെസ്റ്റ് റൂട്ട് തന്നെയാണ്. വളരെ സേഫ് ആയിട്ടുള്ള റൂട്ടാണ്. കുറച്ച് ഗൈഡൻസ് കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചാൽ മാത്രം മതി. വണ്ടി പോകുന്ന വഴിക്ക് പതുക്കെ പോവുക. ആനയോ അല്ലെങ്കിൽ മറ്റു മൃഗങ്ങളെ കണ്ടു കഴിഞ്ഞാൽ പരമാവധി നിർത്താതെ കുറച്ച് ദൂരെ നിന്നിട്ട് കണ്ടിട്ട് കുട്ടികൾക്കൊക്കെ നല്ല രീതിയിൽ എൻ്റർടൈൻ ചെയ്യാൻ പോയിട്ടുള്ള ഒരു യാത്ര തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ ഇപ്രാവശ്യം ഓണത്തിന് ട്രിപ്പ് പോകണം എന്ന് വിചാരിച്ചെടുക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വീഡിയോ നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. നമ്മൾ പോകുന്ന റൂട്ടിനെ കുറിച്ചിട്ട് ചെറിയൊരു ബ്രീഫ് ഐഡിയ നിങ്ങൾക്ക് തരാം. നമ്മളിപ്പോൾ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് എത്തി. തമിഴ്നാട്ടിലെ ഫോറസ്റ്റായ മുതുമല ടൈഗർ റിസർവിലേക്ക് കയറുന്ന ഗേറ്റാണ് നിങ്ങൾ തൊട്ട് മുൻപ് കണ്ടത്. ഇനി നമ്മൾ ഇവിടുന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മുതുമല ടൈഗർ റിസർവ് അവസാനിക്കും. അപ്പോൾ തന്നെ നമ്മൾ വീണ്ടും ബന്ദിപ്പൂർ ടൈഗർ റിസർവിലേക്ക്. ബന്ദിപ്പൂർ ടൈഗർ റിസർവ് എന്ന് പറയുന്നത് കർണാടകയുടെ അണ്ടറിലുള്ളതാണ്. അവിടുന്ന് നമ്മൾ വീണ്ടും ഏകദേശം ഒരു 17 കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് നമ്മൾ ബന്ദിപ്പൂർ ടൈഗർ റിസർവ് എൻഡ് ആവും. അതായത് കാട്ടിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങും. അപ്പോൾ ടോട്ടൽ മുതുമല ടൈഗർ റിസർവിൻ്റെ അവിടെ നിന്ന് നമ്മൾ ബന്ദിപ്പൂർ ടൈഗർ റിസർവ് അവസാനിക്കുന്നത് വരെ നമുക്ക് 27-30 കിലോമീറ്ററാണ് വരുന്നത്. ഒരു 55 മിനിറ്റോ അല്ലാന്നുണ്ടെങ്കിൽ 1 മണിക്കൂറൊക്കെ ടൈം എടുത്തിട്ട് നമുക്ക് ഈ ഒരു കാട് കവർ ചെയ്യാൻ പറ്റും. നമ്മൾ പോകുന്ന ഒരു സ്പീഡ് 20-30 ഒക്കെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ മൃഗങ്ങളെ നമുക്ക് കാണാൻ പറ്റും. പോകുന്ന വഴിക്ക് വണ്ടി നിർത്തിയിട്ടിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങുക, അതുപോലെ തന്നെ മാലിന്യങ്ങൾ കാട്ടിലേക്ക് വലിച്ചെറിയുക, നിങ്ങൾ കാട്ടിൽ കുറച്ച് നേരം വണ്ടി പാർക്ക് ചെയ്ത് നിർത്തുക, അത്രയും കാര്യങ്ങളൊന്നും ചെയ്യരുത്. ബന്ദിപ്പൂർ കാട്ടിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണുന്നതും കണ്ട് മടുക്കുന്നതുമായിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ പുള്ളിമാൻ. എന്നാലും ഇവയെങ്ങനെ നോക്കി നിൽക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര രസം തന്നെയാണ്. പക്ഷെ ഇപ്രാവശ്യം ഞങ്ങൾക്ക് കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് കാഴ്ചകൾ കാണാൻ പറ്റും. അതായത് ഞാൻ മുൻപ് ഇതുവഴി പലപ്പോഴും യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും റോഡ് ക്രോസ് ചെയ്യുന്ന പുള്ളിമാനുകളെ എനിക്ക് കാണാൻ കിട്ടിയിട്ടില്ല. നമ്മൾക്ക് ഇങ്ങനെ പുല്ലിൽ സൈഡിൽ നിൽക്കുന്നതേ കണ്ടിട്ടുള്ളൂ.
കാട്ടിലെ മാനുകളുണ്ടല്ലോ എപ്പോഴും ഭയങ്കര ജാഗ്രത പുലർത്തുന്ന ആൾക്കാരാണ് കേട്ടോ. നിങ്ങൾ ഈ മാനുകളെ ശ്രദ്ധിച്ചാൽ ഇവർ ഒരു ഭാഗത്തേക്ക് മാത്രം അവരുടെ തല കുറച്ച് ഉയർത്തി ഒരു ഭാഗത്തേക്ക് മാത്രം ഭയങ്കരമായിട്ട് ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കുന്ന എന്താണെന്നറിയോ? വല്ല കടുവയോ വല്ല പുലിയോ അല്ലെങ്കിൽ നമ്മുടെ വണ്ടി തന്നെ കണ്ടിട്ടായിരിക്കാം അവർക്ക് ഒരു പെട്ടെന്ന് നിശ്ചലമായിട്ട് ഓരോ ദിശയിലേക്ക് നോക്കി നിൽക്കുന്നത്. എന്താണ് വരുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാനും അപകടമുണ്ടെങ്കിൽ ഓടി രക്ഷപ്പെടാനും വേണ്ടിയിട്ടാണ് കേട്ടോ ഇവർ 4 പേര് ഇങ്ങനെ ഒരു ഭാഗത്തേക്ക് നോക്കുന്നത്. മാനുകൾ റോഡ് ക്രോസ് ചെയ്യുന്ന കാര്യം പറഞ്ഞു നിർത്തിയിട്ടുള്ളൂ. ഇതേ ആന ഇതാ റോഡ് ക്രോസ് ചെയ്യുന്നു കേട്ടോ. സൗണ്ട് തുറക്കാം. ഇതൊക്കെ അലാറം എവിടെ നിന്ന് അടിക്കുന്നത്? ഓഫാക്ക്. കിട്ടുന്നുണ്ടോ? അല്ല എന്നിട്ട് കാട്ടിലുണ്ട് ആനക്കുട്ടി ഉണ്ട് അവിടെ. നമ്മളെച്ചാല് 2 കാര്യങ്ങൾ പേര് ഒന്നാമത്തെ കാഴ്ച മറവിന് വണ്ടിക്കാർ പോയി ബൈക്കാര് കാര്യമാണെന്ന് മാനുകളെ കാണുന്ന പോലല്ല ആനകളെ. പ്രത്യേകിച്ചിട്ട് ആനയുടെ കുട്ടിയൊക്കെ ആനയുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്തിരി ഡേഞ്ചറാണ്. അത്യാവശ്യം ഡിസ്റ്റൻസ് ചെയ്തിട്ടാണ് നമ്മൾ വണ്ടി നിർത്തിയിട്ടുള്ളത്. കുട്ടിയാനേനെ നമ്മൾ എന്തെങ്കിലും ചെയ്താലോ എന്ന് വിചാരിച്ചിട്ട് ആന ചിലപ്പോൾ മോക്കിങ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. മോക്കിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ലേ, നമ്മളെ ഒന്ന് ഓടിപ്പിച്ചിട്ട് ഒന്ന് പേടിപ്പിക്കുക, അത്ര തന്നെ. നമ്മുടെ നാട്ടിൽ കാണുന്ന കാട്ടുപന്നിയാണ് ഇത്. പക്ഷെ അതിനെ ഈ ഒരു കാട്ടിൽ വെച്ച് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീല് വേറെ തന്നെയാണ്. പിന്നെ മയില് നമ്മുടെ വീട്ടിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടെങ്കിലും കാട്ടിൽ അതിനെങ്ങനെ കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക ഭംഗിയായിട്ട് ഇങ്ങനെ തോന്നുട്ടോ. നമ്മൾ വീഡിയോക്ക് തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ ഒരു കാട്ടിൽ കയറി കഴിഞ്ഞാൽ മാൻകൂട്ടങ്ങളെ കണ്ടിട്ട് നമ്മൾക്ക് മടുക്കും. ഇങ്ങനത്തെ 10ാമത്തെ കൂട്ടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും ഇവരെ കുറച്ച് ക്ലോസ് ആയിട്ട് കാണുന്നത് ഇപ്പോഴല്ലേ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം അവരുടെ ഒരു എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. നമ്മൾ കാട്ടിൽ വരുന്നുണ്ടെങ്കിൽ മൃഗങ്ങളെ മാത്രമല്ല അവിടുത്തെ മരങ്ങളും ആ ഒരു പ്രകൃതി ഭംഗിയൊക്കെ നമ്മൾ നല്ല രീതിയിൽ ആസ്വദിക്കേണ്ടതുണ്ട്. നിങ്ങൾ ആ മരത്തിന്റെ മുകളിലേക്ക് നോക്കൂ, ഒരു ബ്ലാക്ക് കളറിൽ ഞാൻ എടുക്കുന്നില്ലേ, അത് ആക്ച്വലി തേനീച്ചക്കൂടാണ്. അതായത് നമ്മൾ ഹണി ട്രീ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു മരമാണെന്ന് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലത്തെ തേനീച്ചകളല്ല ഇത് വളരെ വലിപ്പം കൂടിയതും കടിയേറ്റ് കഴിഞ്ഞാൽ മാരകവുമായിട്ടുള്ള ഭീമൻ തേനീച്ചകളാണ്. റോക്ക് ബീസ് എന്നൊക്കെ പറയും. കാട്ടിലെ വന്യമൃഗങ്ങൾക്കോ മനുഷ്യർക്കോ പെട്ടെന്ന് എത്തിപ്പിടിക്കാൻ പറ്റാത്ത അത്രയും വലിയ ഉയരമുള്ള മരങ്ങളിലാണ് ഇവ സാധാരണ ഇങ്ങനെ കാണാറുള്ളത്. ആ ഒരു കാണുന്ന മരത്തിൽ തന്നെ 100-ലധികം തേനീച്ചക്കൂടുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു പരിസരത്തായിട്ട് ചിലപ്പോൾ ഏതെങ്കിലും കരടി ഇങ്ങനെ നടക്കുന്നുണ്ടാവും. നമ്മളൊന്ന് മൊത്തത്തിലൊന്ന് നോക്കി നോക്കാം കരടിനെ എവിടെയെങ്കിലും കാണാൻ പറ്റുമെന്നുള്ളത്. സിംഹാലയല്ലത്, ഈ സിംഹാലല്ല, ഇതാണ് ഹനുമാൻ കുരങ്ങ്.
പേടിച്ചു.